യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 12696 തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട് ജംഗ്ഷൻ. ഇങ്ങ് കോട്ടയത്തിൽ നിന്ന് കാസർഗോഡ് ഒരു കല്യാണത്തിന് പോവുകയാണ് കേട്ടോ ഞങ്ങള്. ഈ യാത്രയുടെ എക്സൈറ്റിംഗ് പാട്ടെന്ന് പറയുന്നത് ഒന്ന് ഞങ്ങളുടെ ഫ്രണ്ടായ നിവേദിയുടെ കല്യാണം, പിന്നെ വന്ദേ ഭാരതിലുള്ള മടക്ക യാത്രയാണ്. വന്ദേ ഭാരതിൽ ആദ്യമായിട്ട് കയറാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ മൊത്തം. പാലയിൽ നിന്ന് കോട്ടയത്തേക്ക് ഞങ്ങൾ ഫാസ്റ്റ് പിടിച്ചു. അപ്പോൾ ഫാസ്റ്റായിട്ട് സ്ഥലത്തെത്തിക്കും. പക്ഷെ പിടിച്ചിരുന്നോണം, ഇടയ്ക്ക് അവർ സഡൻ ബ്രേക്കൊക്കെ പിടിക്കുമ്പോഴത്തേക്കും നമ്മൾ മുമ്പോട്ട് അങ്ങനെ ആഞ്ഞു പോകട്ടോ. ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് രാത്രിയുള്ള നഗരത്തിൻ്റെ ആ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് ബസ് യാത്ര നല്ല രസമൊക്കെയാണ്. പക്ഷേ ഇതാണൊരു പ്രശ്നമുള്ളൂ, ആ ബ്രേക്ക് പിടുത്തം അത് കുറച്ച് സഹിക്കാൻ പറ്റാത്തതായിരുന്നു. ഇറങ്ങാനുള്ള ബസ് സ്റ്റോപ്പ് വരുന്നത് നാഗമ്പടം പാലമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ബസ് ഇറങ്ങി സ്റ്റേഷൻ്റെ ബാക്ക് സൈഡ് വഴി ട്രെയിൻ പോകാത്ത പാളവും മുറിച്ച് കടന്ന് സ്ഥലത്തെത്തി. ചെന്ന ഉടനെ ട്രിവാൻഡ്രം ചെന്നൈ എക്സ്പ്രസ് വരുന്നതിൻ്റെ അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അത് കണ്ടിട്ട് പോകാമെന്ന് വെച്ചാൽ അവിടെ അങ്ങ് നിന്നു. ദാ ട്രെയിൻ എത്തിപ്പോയി. Third, pantry car. Fourth, S2. Fifth, B1, AC3 tire. Sixth, AC3 tire. Seventh, AC3 tire. Seventh, ഞങ്ങൾക്ക് പോകേണ്ടത് മലബാർ എക്സ്പ്രസ്സിനാണ്. സോ ആ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ ഓവർ ബ്രിഡ്ജ് വഴി നടക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിർത്തിയ ട്രെയിൻ സ്റ്റേഷൻ വിടുകയായിരുന്നു. ആ ട്രെയിൻ പോകുന്നത് നോക്കി പാലത്തേൽ അങ്ങനെ നിന്നു. ഞങ്ങൾ ഒരു 8:30 ആയപ്പോൾ സ്റ്റേഷനിൽ എത്തിയതാണ് കേട്ടോ. 10:45 നമ്മുടെ ട്രെയിൻ വരാനായിട്ട്. പിന്നെ അവിടെ കുത്തിയിരുന്നു. ജാർഖണ്ഡിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരി പ്രിയങ്ക അപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ അടുത്ത് കുറേ നേരം സംസാരിച്ച സമയം പോയി. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പൊതിഞ്ഞുകൊണ്ട് വന്ന ബ്രെഡ് ഓംലെറ്റ് കഴിച്ചു. അതായിരുന്നു ഞങ്ങളുടെ ഡിന്നർ. നിങ്ങളിങ്ങനെ ട്രെയിൻ യാത്രയൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കഴിക്കാറുള്ളതെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ നമ്മൾ ആ വരുന്നതും പോണതും ഒക്കെ ആയിട്ടുള്ള ട്രെയിനൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഇടയ്ക്ക് വാഷ്റൂമൊക്കെ പോയി വന്നുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മുടെ ട്രെയിൻ കറക്റ്റ് സമയത്തെത്തി. നമ്മൾ കയറിയപ്പോൾ അടുത്ത സീറ്റിൽ ആളുകളൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അടുത്ത സ്റ്റേഷനിലായപ്പോഴത്തേക്കും അവരൊക്കെ കയറി. നമ്മൾ യാത്രകളിൽ കണ്ടു തുടങ്ങിയിട്ടുള്ള ഒരു സീരീസ് ആയിരുന്നു ഫാമിലി മാൻ എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി സീരീസ്. അതിൻ്റെ 2 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കിടക്കാൻ പോയത്. അങ്ങനെ രാവിലെ ഏറ്റപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു കേട്ടോ. AC-യിലാണ് ഞങ്ങൾക്ക് തത്കാലിൽ ബുക്ക് ചെയ്തപ്പോൾ ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റും തലയണയും ഒക്കെ ഉണ്ടാവും. ആ പരിസരത്തുള്ള സകല പുതപ്പും തലയണയും ഒക്കെ താഴത്തെ സീറ്റിൽ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. കാഞ്ഞങ്ങാടാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അങ്ങനെ നമ്മൾ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നു. ഇടയ്ക്ക് ഒരു ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിച്ചു. ബിസ്ക്കറ്റും കഴിച്ച് സമ്പാദ്യമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ണി. ഞാനാണെങ്കിൽ ഓരോന്ന് ഷൂട്ടൊക്കെ ചെയ്ത് കുറേ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ 7:45 എത്തേണ്ട ട്രെയിൻ 8:30 സ്ഥലത്തെത്തിയപ്പോൾ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വിട്ടു. കുറച്ചു നേരം കാത്തു നിന്നപ്പോൾ പെരിയയിലേക്കുള്ള ബസ് കിട്ടി. അങ്ങനെ നമ്മൾ പെരിയയിലെത്തി ഇറങ്ങിയിട്ട് ഓട്ടോ പിടിച്ച് പോകേണ്ട ദൂരം ഉണ്ടായിരുന്നു വീട്ടിലോട്ട്. അങ്ങനെ ഞങ്ങൾ നിവേദിയുടെ വീട്ടിലെത്തിയപ്പോൾ അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ടായ ഉമ്മ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഓടി വന്നായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുളിച്ചൊരുങ്ങി വന്നു. വീട്ടിലുള്ള ഫോട്ടോ എടുക്കലിനൊക്കെ ശേഷം നമ്മൾ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോയി. 2:30 വന്ദേ ഭാരത് പിടിക്കാൻ സ്റ്റേഷനിലെത്തണം. കെട്ട് കഴിഞ്ഞ് ആദ്യത്തെ പന്തിയിൽ കഴിച്ച് ഫോട്ടോ എടുത്ത് ഇറങ്ങണം, അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ കൊട്ടും മേളമൊക്കെ തുടങ്ങി. അതിരുന്ന് ആസ്വദിക്കുന്ന ചെക്കനെ കണ്ടോ. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ സ്വന്തം ബ്രൈഡായ നിവേദക്കുട്ടി എത്തി. പിന്നാലെ ചെക്കനായ വൈശാഖും എത്തി. പിന്നെ താലി കെട്ടി മാല ഇട്ടപ്പോഴത്തേക്ക് ആളുകൾ സദ്യക്കായിട്ട് ഓടി തുടങ്ങിയായിരുന്നു. ഞാൻ കരുതി ആദ്യം കുറച്ചു പേരൊക്കെ കഴിക്കാനിരിക്കുന്നുണ്ടാകും എന്നാണ്. പക്ഷേ ഇടിയോടിടിയായിരുന്നു. ആ വലിയ ഹോളിലെ കസേര മൊത്തം വേഗം നിറഞ്ഞുപോയി. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഓടിച്ചെന്നതുകൊണ്ട് സീറ്റ് കിട്ടി. പിന്നെ ഇല വന്നു. അതിൽ ഉപ്പേരി, അച്ചാറ്, ഇഞ്ചിക്കറി, തോരൻ, ഓലൻ, കൂട്ടുകറി, അവിയൽ, ചോറ്, സാമ്പാർ ഓരോന്നായി വിളമ്പി. തീരെ പ്രതീക്ഷിക്കാതെ ചിക്കനും കിട്ടിയിട്ടോ. ഞാൻ വിചാരിച്ച ചേന ഒലത്തിയത് വല്ലതും ആയിരിക്കുമെന്നാ. ചിക്കൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സദ്യക്കൊക്കെ കിട്ടുന്നത് കേട്ടോ. പിന്നെ പായസം വന്നു. പായസം കഴിഞ്ഞ് ബോളി കിട്ടി. ഹോളിക എന്നാണ് ഇതിന് കർണാടകയിൽ പറയുന്നത്. ബോളി എന്നാണ് ഇവിടെ പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിച്ചു. എറണാകുളം ഭാഗത്തെ കല്യാണത്തിനൊക്കെ ഈ ഹോളിയും ചിക്കനും ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഓരോ സ്ഥലത്തെ സദ്യവട്ടം വ്യത്യസ്തമാണല്ലോ. എന്തായാലും സദ്യ ഉഗ്രനായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം പോയി ചെക്കനും പെണ്ണിനും വിഷസ് കൊടുത്ത് ഫോട്ടോ എടുത്ത് സ്റ്റേജിന് പിന്നിൽ റൂമിൽ സൂക്ഷിച്ച് ഞങ്ങളുടെ ബാഗും എടുത്ത് ഇറങ്ങി. കർണാടകയിലെ കോളേജിൽ നിന്ന് എത്തിയ മറ്റു ഫ്രണ്ട്സിൻ്റെ കൂടെ ഓടി നടന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. ഇത് ഉമ, ഗംഗ, റോഷ്ന, രശ്മി ഇത്രയും പേരെ ഫോട്ടോ എടുക്കാൻ കിട്ടിയുള്ളൂ. ബാക്കി ആരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ഫുഡ് ദഹിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഫാസ്റ്റ് പിടിച്ച് സ്റ്റേഷനിലേക്ക് വെച്ച് പിടിച്ചു. കാസർഗോഡ് എത്തണം വന്ദേ ഭാരത് പിടിക്കാം. ഞങ്ങൾ എത്തിയപ്പോൾ വന്ദേ ഭാരത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. കാസർഗോഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വന്ദേ ഭാരത് ആയിരുന്നു അത്.
വന്ദേ ഭാരതിൻ്റെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ഒരു ചേച്ചി വന്ന് മക്കളെ ക്ലീൻ ചെയ്തതിന് റേറ്റിംഗ് കൊടുക്കാൻ പറഞ്ഞൊരു പേപ്പർ തന്നു. അതൊക്കെ ചെയ്തിട്ട് നമ്മൾ വന്ദേ ഭാരതിൽ നമ്മുടെ കോച്ച് പൊസിഷനൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ വന്ദേ ഭാരത് വിശേഷങ്ങളായിട്ട് ഈ വീഡിയോയുടെ പാർട്ട് 2 ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.